यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनान् मृत्योर्मुक्षीयमामृतात् त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनान् त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनान् मृत्योर्मुक्षीयमामृतात् महादेवा ശംഭോ മഹാദേവ ശംഭോ മഹാദേവ മഹാത്ഭുതം മഹാത്ഭുതം ഭഗവാന്റെ തിരുനടയിൽ തനിയെ പാലഭിഷേകം മഹാദേവൻ പ്രസാദിച്ചിരിക്കണു. തിരുമേനി, ഈ അത്ഭുതത്തിന് കാരണം എന്താണ്? നമുക്കറിയില്ല. പക്ഷേ പ്രപഞ്ചനാഥനായ ഭഗവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കണു. അതിന്റെ സൂചനയാണിത്. ഓം നമഃ ശിവായ 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 ഓം നമഃ ശിവായ. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം ഉർവാരുകമിക ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം ഉർവാരുകമിക ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം ഉർവാരുകമിക ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. കുഞ്ഞിപ്പെണ്ണെ, സന്തോഷമായില്ലേ? ഇനിയിപ്പോൾ പരമേശ്വരൻ കുഞ്ഞിപ്പെണ്ണിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ. എനിക്ക് നല്ല സന്തോഷമായി. ഇപ്പൊ ശിവഭഗവാനും ഉണ്ട്, ദേശമംഗൽ തമ്മയുണ്ട് എന്റെ കൂടെ. മോളെ, ഇങ്ങനെ ഒരു കാര്യം നടന്നുവെന്ന് ആരോടും പോയി പറയരുതേ. ഞാൻ പറയില്ല, ആരോടും പറയില്ല. ആരാ അത്? ഈശ്വര, ആരെങ്കിലും അറിഞ്ഞിട്ട് വന്നതാണോ? അമ്മേ, ഇത് ആരാണെന്ന് നോക്കിയേ. അങ്ങോ? ഇതാണോ വീട്? അതെ. എന്താ ഇവിടെ? അതോ, വള്ളത്തിന്റെ പണിക്ക് വേണ്ടി ഒരു മരം നോക്കാൻ ഇറങ്ങിയതാ. വഴി കുറച്ച് എളുപ്പമുണ്ടെന്ന് ആരോ പറഞ്ഞു. എന്തായാലും അത് നന്നായി. നിങ്ങളെ എനിക്ക് വീണ്ടും കാണാൻ സാധിച്ചല്ലോ. അന്ന് തന്ന വിഗ്രഹമില്ലേ, ഞങ്ങളത് വീടിനകത്ത് പ്രതിഷ്ഠിച്ചു. ഓ, മോളുടെ ആഗ്രഹമായിരുന്നു. തെറ്റാണോ ശരിയാണോന്ന് കുറെ പേരോട് ചോദിച്ചു. എന്നിട്ട് എന്തു പറഞ്ഞു? വേദക്കുട്ടി, ഇങ്ങി വാ. എന്താ മല്ലിയമ്മേ? പേടിക്കണ്ട. മേലൂരമ്പലത്തിൽ പോയി തിരികെ വന്നപ്പോ കുഞ്ഞിക്ക് നമ്മൾ ഇപ്പൊ പ്രതിഷ്ഠിച്ച ശിവലിംഗ വിഗ്രഹം സമ്മാനിച്ചത് ഇദ്ദേഹമാണ്. ഇത് ദേശമംഗല ക്ഷേത്രത്തിലെ പൂജാരിയുടെ മകളാണ്. മക്കൾ അങ്ങനെ പ്രതിഷ്ഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ലാന്ന് അദ്ദേഹം പറഞ്ഞു. അതനുസരിച്ചാ ചെയ്തത്. നന്നായി. പൂജയൊക്കെ നന്നായി ചെയ്തോ? അച്ഛൻ തിരുമേനി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതുപോലെ ചെയ്തു. തോണിക്കാരൻ പ്രതിഷ്ഠയിൽ കുറ്റമെന്തെങ്കിലും കണ്ടുപിടിക്കാനാണോ ഉദ്ദേശം? താങ്കൾ ആരാണാവോ? ഇത് ഞങ്ങളുടെ യോഗിനിയമ്മയാണ്. വലിയ കഴിവുകളൊക്കെ ഉണ്ട്. എന്ത് കഴിവുകൾ? നിങ്ങൾ കുഞ്ഞുങ്ങളെ വിസ്മയിപ്പിക്കാൻ ചെറിയ കഴിവുകളല്ലേ ആവശ്യമുള്ളൂ. അല്ലല്ല, യോഗിനിയമ്മയ്ക്ക് ഒരുപാട് കഴിവുകളുണ്ട്. യോഗിനിയമ്മ ഞങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരും, ഞങ്ങൾക്ക് പുരാണങ്ങളിലെ കഥകൾ പറഞ്ഞു തരും,
ഞങ്ങളെ ഉപദേശിക്കും. ഞങ്ങളുടെ എല്ലാമാണ് യോഗിനിയമ്മ. അതൊക്കെ പറഞ്ഞാൽ തോണിക്കാരന് മനസ്സിലാകുമോ? എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അകത്തേക്ക് കയറാം. പ്രതിഷ്ഠയും കാണാലോ. വലിയ വലിയ ആളുകളൊക്കെ നിൽക്കുമ്പോ തോണിക്കാരനായ ഞാൻ കയറുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? തോണിക്കാരനും തോണിക്കാരൻ്റെതായ ധിക്കാരമുണ്ട്. എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ, ഇവിടെ ആർക്കും തമ്മിൽ വേർതിരിവില്ല. കയറി വരാൻ പറയൂ. വരൂ. വല്ലാതെ പ്രസാദിച്ചിട്ടുണ്ടല്ലോ ശിവപെരുമാൾ. അതെങ്ങനെയാണ് നിശ്ചയം? പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ എത്തിയിട്ട് ഒന്ന് കൈ കൂപ്പിയതുപോലുമില്ല തോണിക്കാരൻ. ഞാൻ ഭക്ഷണം വിളമ്പട്ടെ, കഴിച്ചിട്ട് പോവാം. പോകാനുള്ളതാണ്, പക്ഷേ നിർബന്ധം കേൾക്കുമ്പോൾ പോകാനും സാധിക്കുന്നില്ല. തിടുക്കമുണ്ടെങ്കിൽ ബുദ്ധിമുട്ടണമെന്നില്ല. ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി തിടുക്കമുണ്ടെന്ന് ആർക്കാ പറയാൻ കഴിയുക? ഞാൻ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. എന്നാ ശരി. ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ ഇതുവരെ ഗംഗാദത്തിനൊന്നും പറഞ്ഞില്ല. പറയാം. ഞാൻ ജനിച്ചത് രോഹിണി നക്ഷത്രത്തിലാണ്, അതും അഷ്ടമി രോഹിണി. എന്റെ എല്ലാ പിറന്നാളിനും അമ്മ ഒരു മഞ്ഞ ചേലയാണ് ചുറ്റുന്നത്. ഒരിക്കൽ 6 വയസ്സിലാണെന്ന് തോന്നുന്നു. അമ്മയോട് ഞാനത് ചോദിച്ചു. അപ്പോ എന്നോട് പറഞ്ഞത് ഇതെന്റെ ഉണ്ണിക്കണ്ണന്റെ നിറമാണെന്നാണ്. അപ്പൊ പിന്നെ സംശയിക്കേ വേണ്ട, അമ്മയുടെ ഇഷ്ട നിറം മഞ്ഞ തന്നെയാണ്. പിന്നെ എല്ലാ വർഷവും അമ്മയുടെ വേളി കഴിഞ്ഞ ദിവസം അമ്മ ക്ഷേത്രത്തിൽ പോകും. അപ്പോ അമ്മയുടെ മുടിയിലൊരു പൂവുണ്ടാവും. ചോദിച്ചപ്പോ വേളി കഴിഞ്ഞ ദിവസം അച്ഛൻ അമ്മയുടെ കഴുത്തിലൊരു ഹാരം ഇട്ട് കൊടുത്തുന്ന്. അത് തന്നെയാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പൂവും, മന്ദാരം. ഒരിക്കൽ അമ്മയുടെ കൂട്ടുകാരി വീട്ടിൽ വന്ന് എന്നെ കുറെ നേരം കളിപ്പിച്ചു. അമ്മ അടുത്തേക്ക് വന്നപ്പോ, മാമ്പഴത്തിന്റെ നിറമാണല്ലോ നിന്റെ കുഞ്ഞിന്, അതെങ്ങനെ? അത്രയും മാമ്പഴം വാശിയോടെ നീ തിന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പഴം മാമ്പഴം തന്നെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇന്നലെ രാത്രി ഞാൻ ഗംഗാദത്തിനോട് ചോദിക്കുമ്പോ ഗംഗാദത്തിന്റെ മനസ്സ് ശൂന്യമായിരുന്നു. ഇതിപ്പോ ഞാൻ ചോദിച്ചിട്ടല്ലേ? പക്ഷേ ഒരു വാശിയോടെ ഓർത്തെടുത്തപ്പോ ഓരോ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും എല്ലാം തിരിച്ചറിഞ്ഞില്ലേ? ഇനി അമ്മയെ ഇങ്ങനെയൊക്കെ അങ്ങ് സ്നേഹിച്ചാൽ മതി. ഈ പൊടിക്കൈകളൊക്കെ എങ്ങനെ പഠിക്കുന്നു? ജീവിതത്തിൽ നിന്ന്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് കൂടിയാണ്. കുടുംബ വിഷയത്തിൽ പ്രിയമത് ഒരു പണ്ഡിത തന്നെ. ഞാൻ മാത്രമല്ല, ഗംഗാദത്തിന്റെ അമ്മയും പണ്ഡിതയാണ്. ഇവിടെ ഉയർന്നു നിൽക്കുന്ന ഓരോ വീടുകളിലും പണ്ഡിതയായ ഓരോ സ്ത്രീയുണ്ട്. അവർക്കാരും അംഗീകാരം കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഓരോ കുടുംബവും അവരുടെ കൈകളിലാണ്. സത്യം. ഇനിയിപ്പോ അമ്മയ്ക്ക് ഏത് നിറമാ തിരഞ്ഞെടുക്കുന്നത്? സംശയം എന്താ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നിറം തന്നെ. അങ്ങനെയല്ലേ വേണ്ടത്? ഏത് നിറം വേണമെങ്കിലും കൊടുക്കാം. കാരണം അമ്മയ്ക്കത് കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ നിറം നോക്കില്ല, തരം നോക്കില്ല. അതിന് മകന്റെ സ്നേഹത്തിന്റെ ഗന്ധമുണ്ടായിരിക്കും. അവർക്കത് മാത്രമേ തിരിച്ചറിയാനാകൂ. അതിന് മകന്റെ കണ്ണീരിന്റെ വിലയും ഉണ്ടായിരിക്കും. എത്ര മനോഹരമായി സംസാരിക്കുന്നു പ്രിയമത. കേൾക്കുമ്പോൾ തന്നെ കാതിനിമ്പം. ഇമ്പമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇങ്ങനെ ഇരുന്നാ മതിയോ? വരൂ. തമ്പുരാൻ, ചോദിക്കുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത്. ദേവപ്രീതി നഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഏട്ടൻ തമ്പുരാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ?
അങ്ങനെയൊന്നുമില്ല. പ്രശ്നവിധിയിൽ അങ്ങനെ കാണുന്നുണ്ട്. നക്ഷത്രക്കാരന് ദേവപ്രീതി ഒട്ടും തന്നെ ഇല്ല. ക്ഷേത്രകാര്യക്കാരൻ ഇപ്പോൾ ഏട്ടൻ തമ്പുരാനാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ഏട്ടൻ തമ്പുരാൻ ചിലരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആരെ വേദനിപ്പിച്ചു? നാട്ടിലെ ആചാരങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാവുന്നത് എങ്ങനെയാണ്? എടുത്തേ, ഈ തർക്കം കൊണ്ട് ഏട്ടൻ തമ്പുരാന്റെ അസുഖം മാറുമെങ്കിൽ നാം ഇദ്ദേഹത്തെ പറഞ്ഞേക്കാം. എന്താ തിരുമേനി, പരിഹാരം എന്താ വേണ്ടത്? പ്രശ്നവിധിയിൽ കാണുന്നത് ശിവഭഗവാന്റെ കോപമാണ്. ശിവഭഗവാനെ പ്രീതിപ്പെടുത്തിയേ പറ്റൂ. അതിനെന്താണ് ചെയ്യേണ്ടത്? മേലൂർ ശിവക്ഷേത്രത്തിൽ അദ്ദേഹത്തെയും കൊണ്ടൊന്നും പോകേണ്ടി വരും. മറ്റു കാര്യങ്ങൾ അവിടുത്തെ തിരുനടയിൽ നിന്നും സംഭവിക്കുമെന്നാണ് എന്റെ നോട്ടത്തിൽ കാണുന്നത്. മേലൂർ ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഐത്താചാരങ്ങളൊന്നും പാലിക്കാത്ത ഇടമല്ലേ? അവിടേക്ക് എങ്ങനെയാണ് തമ്പുരാനെ കൊണ്ട് പോകുന്നത്? അതെനിക്കറിയില്ല. തമ്പുരാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനിയെല്ലാം അങ്ങയുടെ ഇഷ്ടം. അങ്ങ് യാത്രയായിക്കൊള്ളൂ. വഴിമധ്യം വരെ മന്ത്രിമുഖ്യൻ കൂടെ ഉണ്ടാവും. ഏട്ടത്തി പറയൂ. അല്ല, മേലൂർ ശിവക്ഷേത്രത്തിൽ ആർക്കു വേണമെങ്കിലും കയറാൻ പ്രാർത്ഥിക്കാം എന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരിടത്തേക്ക് അവിടുത്തെ പ്രതിഷ്ഠ ശിവഭഗവാനാണ്. അതിൽ ഉച്ചനീചത്വങ്ങളൊന്നുമില്ല. പോകാൻ തയ്യാറായിക്കൊള്ളൂ. വാ മോളെ. കഷ്ടം. അസുഖം മാറുന്നതിനല്ല, ആ സമയത്ത് വായിത്തമാണ് പ്രധാനം. അങ്ങനെ ശീലിച്ചു പോയവരെ പറഞ്ഞു തിരുത്തുക എളുപ്പമല്ല. സമയം പോലെ ഏട്ടത്തെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക. ഞാനോ? മീനാക്ഷിക്ക് അത് സാധിക്കും. അല്പം ആക്ഷേപം കേട്ടാലും ഏട്ടൻ തമ്പുരാൻ ഓർത്തത് മറക്കുക. എന്താ ചിരിക്കുന്നത്? നാളെ വലിയൊരു സംഭവം നടക്കാനുണ്ട്. അതോർത്ത് ചിരിച്ചു പോയതാണ്. എങ്കിൽ ഞങ്ങളോട് കൂടെ ഒന്ന് പറയൂ. അത് നേരിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനുള്ളതാണ്. അപ്പൊ പിന്നെ മുൻപേ പറയേണ്ട കാര്യമില്ലല്ലോ. എന്താ കുഞ്ഞിപ്പെണ്ണിന്റെ സംശയം? ഞങ്ങൾ എല്ലാവരും പ്രതിഷ്ഠയുടെ മുമ്പിൽ തൊഴുതല്ലോ, അങ്ങ് മാത്രം എന്താ തൊഴാതിരുന്നത്? കർമ്മമാണ് ഏറ്റവും വലിയ ഭക്തി. കേട്ടിട്ടില്ലേ അങ്ങനെ? ഞാൻ എന്റെ കർമ്മം നന്നായി തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോ അത് തന്നെയാണ് എന്റെ ഭക്തി, എന്റെ പ്രാർത്ഥന. കർമ്മം മാത്രമാണോ ഭക്തി? അങ്ങനെയെങ്കിൽ തൊഴിലെടുക്കുന്ന ആരും ഭക്തന്മാരാകേണ്ട കാര്യമില്ലല്ലോ. അർപ്പണ മനോഭാവത്തോടെ ജോലി ചെയ്യുന്നവൻ തന്റെ തൊഴിലിൽ തന്നെ ഈശ്വരനെ കണ്ടെത്തുന്നു എന്നാണ് പറയുന്നത്. മഹത്തുക്കൾ പറയുന്നതാണ്. അപ്പോൾ തൊഴുത് പ്രാർത്ഥിക്കുന്നവരൊക്കെ യോഗ്യതയില്ലാത്തവരാണെന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. കർമ്മങ്ങൾ പുണ്യമായിരിക്കണം. തൊഴിലെടുക്കുന്നവൻ ആദരിക്കപ്പെടണം. തൊഴിലിന് മഹത്വമുണ്ടാവണം. അത്രയേ നാം ഉദ്ദേശിച്ചുള്ളൂ. കടുത്തുകാരൻ വേദാന്തവും പഠിച്ചിട്ടുണ്ടോ? യോഗിനി വേഷത്തിൽ നടക്കുന്നവർക്ക് മാത്രമേ ഇതൊക്കെ പാടുള്ളൂ എന്നുണ്ടോ? എങ്കിൽ നമുക്കൊന്ന് തർക്കിച്ചാലോ? അത് ശരിയാണ്. യോഗിനിയമ്മയുടെ അറിവുമായി മറ്റൊരാൾ മാറ്റുരയ്ക്കുന്നത് ഞങ്ങൾക്കും ഒന്ന് കാണണമെന്നുണ്ട്. കുഞ്ഞി ആണെന്ന് പറ. ഒന്നും പേടിക്കണ്ട, ഭഗവാൻ കൂടെ ഉണ്ടാവും. കുഞ്ഞിപ്പെണ്ണെ മിണ്ടാതിരിക്കും. സാരമില്ല, കുഞ്ഞിപ്പെണ്ണിന്റെ ഒരു കൗതുകമല്ലേ. പക്ഷേ യോഗിനി അമ്മയുമായൊരു തർക്കത്തിന് നാമില്ല, തോറ്റുപോകും. മത്സരിക്കാതെ എങ്ങനെയാ ഫലം പറയുന്നത്? എന്തിനു മത്സരിക്കണം? എനിക്കറിയാലോ. എങ്കിലും കുട്ടികളുടെ ഒരു ആഗ്രഹമല്ലേ? മനസ്സറിഞ്ഞു വന്നതാണ്, മനസ്സ് നിറഞ്ഞാണ് പോകുന്നതും.
ഈ കുഞ്ഞുങ്ങൾക്ക് എന്നും നല്ലത് വരും. എനിക്കിറങ്ങാൻ നേരമായി. ഇനി വൈകിയാൽ ശരിയാവില്ല. ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ് അങ്ങ് ഇവിടെ വന്നത്. അങ്ങ് തന്ന വിഗ്രഹം ഇവിടെ വെച്ചപ്പോൾ തന്നെ അങ്ങേക്ക് ഇവിടെ വരാനും തോന്നിയല്ലോ. കുഞ്ഞിപ്പെണ്ണെ, പൂജകളൊന്നും മുടക്കരുത്. അതിനെനിക്ക് പൂജ അറിയില്ല. വേദക്കുട്ടിക്ക് നന്നായിട്ട് അറിയാം. കുഞ്ഞിപ്പെണ്ണിനെ അറിയാവുന്നത് പോലെ പൂജ ചെയ്താൽ മതി. വസ്ത്രധാരണത്തിലോ മന്ത്രഘോഷത്തിലോ അല്ല. പൂജയുടെ അടിസ്ഥാനം ഭക്തിയാണ്. ഏത് ഭാഷയിൽ പറഞ്ഞാലും നിർമ്മലമായ മനസ്സോടെയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടും. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുന്നു. യോഗിനി മാതാവ് ഇവിടെ തന്നെ ഉണ്ടാവുമോ? ഇവരെന്റെ കുഞ്ഞുങ്ങളല്ലേ. ഇവരുടെ സന്തോഷത്തിൽ മുഴുവൻ നേരവും നിന്നിട്ടേ ഉള്ളൂ കാര്യം. എന്നാൽ ശരി. വെറും ഒരു തോണിക്കാരനായിട്ട് തോന്നിയില്ല. എന്തൊരു തേജസ്സാണ് ആ മുഖത്ത്. പണ്ഡിതന്മാരെ പോലെ തോന്നിച്ചു. വേദക്കുട്ടി, ഇപ്പോൾ നടന്നത് മേലൂർ അമ്പലത്തിലെ ശിവപ്രതിഷ്ഠയ്ക്ക് തുല്യമാണ്. അപ്പോൾ നാളെ മേലൂർ അമ്പലത്തിലെത്തി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. പരമേശ്വരന്റെ അനുഗ്രഹവും വാങ്ങണം. അതെയോ? എനിക്കിഷ്ടമാണ് ആ അമ്പലത്തിൽ പോകാൻ. വേദക്കുട്ടിയും വരുമോ? വേദക്കുട്ടിയും പോകണം. ഇവിടുത്തെ പൂജാരി ആയിരുന്നല്ലോ. ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ. അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ ഒന്നിച്ചു പോകാം. അച്ഛൻ സമ്മതിക്കും. അറിവുള്ള ആൾ ഇതൊന്നും വിലക്കില്ല. എങ്കിൽ പിന്നെ പ്രതിഷ്ഠാകർമ്മം നന്നായി കഴിഞ്ഞല്ലോ. ഞാനും ഇറങ്ങുകയാണ്. ഇനിയും പേടിയാണോ? നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവുമ്പോ പേടി തോന്നില്ല. എന്നും കൂടെയുണ്ട് ഭഗവാനും ഞാനും. വർണ്ണമോളെ, വല്യച്ഛൻ മേലൂർ ക്ഷേത്രത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചോ? വല്യച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ വല്യമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. എന്തിനാ? വല്യച്ഛന്റെ കാര്യമായാൽ പോലും അച്ഛൻ തമ്പുരാൻ ഉപേക്ഷ കാണിക്കുന്നു എന്ന്. കൂടെ ചെല്ലുന്നില്ലല്ലോ. ഏട്ടത്തിക്ക് എന്തോ ഒരു പരാതി ഉണ്ടെന്ന് കേട്ടു. എനിക്കെന്ത് പരാതി? പരാതി പറയാൻ ഞാൻ ആരുമല്ലല്ലോ. പരാതി പറയാനുള്ള അധികാരവും എനിക്കില്ലല്ലോ. എന്തിനാണ് ഏട്ടത്തി സംസാരത്തിൽ ഇങ്ങനെ അകൽച്ച സൃഷ്ടിക്കുന്നത്? നാളെ കൂടെ വരാൻ തമ്പുരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. വാസവപുരം തമ്പുരാനും ഭാര്യയും നാളെ ഇവിടം സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. അവരെ സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏട്ടൻ തമ്പുരാന് സുഖമില്ലാന്ന് പറഞ്ഞു ഒരു ഓല കൊടുത്തു വിട്ടാ മതിയായിരുന്നല്ലോ. ഏട്ടൻ തമ്പുരാനെ മേലൂർ ശിവക്ഷേത്രം വരെ എത്തിക്കാൻ ഏട്ടത്തിക്ക് സാധിക്കില്ലെന്നാണോ? എനിക്ക് സാധിക്കും. പക്ഷെ പോകേണ്ടത് മറ്റൊരു ദേശത്തേക്കാണ്. ദേശമംഗലത്തെ നാടുവാഴി ചെല്ലുമ്പോൾ കിട്ടുന്ന സ്വീകരണമൊന്നും ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ. അത് തെറ്റാണ്. വേണ്ട വിധത്തിൽ നിങ്ങളെ സ്വീകരിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും നാം അവിടെ ചെയ്യുന്നുണ്ട്. ഏട്ടത്തി സമാധാനമായിട്ട് പോയി വരൂ. ഞാനിവിടെ ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഞാനും കൂടെ വരാമായിരുന്നു. ഓ, അനിയത്തെ ബുദ്ധിമുട്ടണ്ട. വലിയ വലിയ ആൾക്കാരൊക്കെ വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ടത് അത്യാവശ്യമല്ലേ? അദ്ദേഹത്തെ ഞാൻ തന്നെ കൊണ്ടുപോയിക്കൊള്ളാം. വർണ്ണമോള് വല്യമ്മയുടെ കൂടെ പോകുന്നുണ്ടോ? ഞാൻ പോകാം. വല്യമ്മ ഞാനും കൂടെ വരട്ടെ? എന്നാ മോള് വാ. മോളെ കാണുമ്പോഴെങ്കിലും ദേശമംഗലം കൊട്ടാരത്തിൽ നിന്നാണ് വരുന്നതെന്ന് ആളുകൾക്ക് ബോധ്യമാവട്ടെ. വർണ്ണമോളെ, അച്ഛന്റെ അമ്മയുടെ അസാന്നിധ്യത്തില് വല്യമ്മയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, കേട്ടില്ലേ? എന്താ തമ്പുരാൻ? ഏട്ടൻ തമ്പുരാന് ദേവപ്രീതി നഷ്ടപ്പെടാൻ കാരണങ്ങൾ ഏറെയുണ്ട്. ഒരുപാട് പേരെ ദ്രോഹിച്ചിരിക്കുന്നു. ദേശമംഗലത്തമ്മയുടെ നടയിൽ പോലും ചിലരുടെ കണ്ണീര് വീണിരിക്കുന്നു. ഈ യാത്ര കൊണ്ടെങ്കിലും അദ്ദേഹത്തിന് ഭേദമാവട്ടെ. എന്നിട്ടൊരു തിരിച്ചറിവുണ്ടായാൽ മതി. തിരിച്ചറിവുണ്ടാകും തമ്പുരാൻ. അതിനുള്ളൊരു പരീക്ഷണമായിട്ട് ഇതിനെ കണ്ടാ മതി. നാമും അങ്ങനെ പ്രതീക്ഷിക്കുന്നു. നെയ്ത്തുശാല ആദ്യമായിട്ട് കാണുകയാണോ? അതെ. എങ്ങനെ മനസ്സിലായി? ആ കണ്ണുകളിലെ കൗതുകത്തിൽ നിന്ന് മനസ്സിലായി. അവിടെയുള്ള ആളുകളെ കണ്ടോ? അവരുടെ രീതികൾ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. അവരാണ് യഥാർത്ഥത്തിൽ ജീവിതം നെയ്യുന്നവർ. അവരെയൊക്കെ കണ്ടാണ് പഠിക്കേണ്ടത്. സത്യമാണ്. കുറെ കാലം മന്ത്രങ്ങളുടെയും തർക്കങ്ങളുടെയും വ്യാകരണത്തിന്റെയും പുറകെ പോയി.
പക്ഷേ ഇവരെയൊക്കെ കണ്ടു നിൽക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി. ഇതാണ് ശരി എന്നൊന്നും ഞാൻ പറയില്ല. അതൊക്കെ സ്വയം തീരുമാനിക്കേണ്ടതാണ്. ഇതാണ് ശരി. ഒരുപാടിടങ്ങളിൽ ഇതുപോലെ പോകാനുണ്ട്. പ്രിയമത കൂട്ടുവരികയാണെങ്കിൽ സന്തോഷം. എന്നെ യാത്രക്കുള്ള കൂട്ടുകാരി മാത്രമാക്കാനാണോ ഉദ്ദേശം? അങ്ങനെയല്ല. ഇടയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഞാൻ കൂടെ വരാം. സന്തോഷം. അത്ര അധികം സന്തോഷമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, സാഹചര്യം അനുകൂലമാണെങ്കിൽ മാത്രം. അതും എപ്പോഴും ഇല്ല. അയ്യോ, വല്ലതും പറ്റിയോ? സംസാരിച്ചു വന്നപ്പോ ശ്രദ്ധിച്ചില്ല. കാലിന് വല്ലാത്ത വേദന. സാരമില്ല, നടക്കാം. അരുത്, ഇരിക്കൂ. എനിക്ക് ചില പച്ചില മരുന്നുകളൊക്കെ അറിയാം. ഇവിടെ എവിടെയെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. എന്നെ പരീക്ഷണ വസ്തു ആക്കുകയാണോ? അങ്ങനെയല്ല. പ്രിയമതയെ പരീക്ഷിക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ല. എഴുന്നേൽക്കണ്ട, അവിടെ തന്നെ ഇരുന്നോളൂ. ഞാനിപ്പോ വരാം. ഭാഗ്യം, തിരഞ്ഞത് കണ്ടെത്തി. ഇതിന്റെ ചാറ് തൈലം പോലെയാണ്. ഔഷധത്തിന്റെ ഗുണം ചെയ്യും. നോക്കിക്കോളൂ, വേദനയ്ക്ക് ശമനം കിട്ടും.